ഇതാരത് സെറ്റ് കേട്ടാ, അടിപൊളി. നമ്മുടെ ആൾക്കാർ സ്റ്റേജിൽ കയറാനുള്ള സമയമായിട്ടുണ്ട്. മീനു രാധാകുമാർ 32 ലക്ഷം. ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ സെറമണിക്ക് ഇയാൾ വന്നു, സ്റ്റേജിൽ കയറി. ഒരു പ്രത്യേകതയുണ്ട്. ഹലോ, എവിടെ പോകുന്നു? ഇന്ന് നമ്മള് കാനഡയിൽ വന്നത് ഞാൻ സ്റ്റുഡന്റ് ആയിട്ടാണല്ലോ. അപ്പൊ എന്റെ 2 വർഷത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയോ? വിജയകരമായി പൂർത്തിയാക്കിയിട്ട് ഇന്ന് ഞങ്ങളുടെ ഗ്രാജുവേഷൻ സെറമണിയാണ്. അടിപൊളി. അമ്മു കോസ്റ്റ്യൂം അടിപൊളി. പൊള്ളി പൊള്ളി പൊള്ളി. എങ്ങനെയുണ്ട്? ഒരു പ്രൗഡ് മൂമെന്റ് ആണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. താങ്ക് യു മീനു. അമ്മു ബാ. അമ്മു ഞാനും സെറ്റ് അല്ലേ? അടിപൊളി 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 കോസ്റ്റ്യൂം അല്ലേ? സെറ്റ് അല്ലേ? അപ്പം അവിടെ വെച്ച് കാണാം. നല്ല കാറ്റ് കണ്ടോ. ഇവിടത്തെ പുറത്തെ സ്ഥിതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പുറത്തെ സ്ഥിതി. രാവിലെ ഒരു ബാച്ചുകാരുടെ കോൺവൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. തൊട്ടടുത്തൊരു പേ പാർക്കിംഗ് ഒരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് സ്ട്രീറ്റ് പാർക്കിംഗ് ഉണ്ട്. ഇനിയിപ്പോൾ വല്ല പണിയും കിട്ടും, അതുകൊണ്ട് അവിടെയൊന്നും ചെയ്തില്ല. പേ പാർക്കിംഗ് ചെയ്തു. ഇവിടെ നിന്ന് 4 മിനിറ്റ് നടക്കണം. നല്ല തണുപ്പുണ്ടേ. അങ്ങനെ പതുക്കെ നടന്ന് പോവാം. അവിടെ കുറേ സുന്ദരികളും സുന്ദരന്മാരൊക്കെ ഉണ്ട്. കുറേ അടിപൊളി ഒരു കാഴ്ചകൾ കാണാം. ഓക്കെ, എന്തായാലും പതുക്കെ നടക്കാം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ഒന്നും പറയില്ല എൻ്റെ മക്കളെ. തണുത്ത കാറ്റുണ്ടല്ലോ, തണുത്ത കാറ്റ് സഹിക്ക. അടിപൊളി കേട്ടോ. സെറ്റ് കുറേ ഷോർട്സ്. അകത്ത് ഒന്നും വാക്കുകൾ കിട്ടുന്നില്ല. ഈ കാറ്റിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ചിരിച്ചിട്ട് പറയുന്നറിയാം, വേദനിച്ചിട്ടില്ല, ചിരിച്ചിട്ടാ പറയാം. എന്തായാലും ഇതൊക്കെ ഒരു അനുഭവമല്ലേ മക്കളെ. തണുപ്പ് കാരണം ഓടുന്നതാണ്. എൻ്റെ മുടിയൊക്കെ ഫ്രീസായി. ാണ് ഗ്രാജുവേഷൻ സെറമണി നടക്കുന്നത്. ആരൊക്കെ എന്താ പരിപാടി? ഇതാരത് സെറ്റ് കേട്ടാ, അടിപൊളി. നൈസ് കോസ്റ്റ്യൂം. നമ്മൾ ഏതാണ്ട് ഒരു ഷെയ്ഡ് പോലെ ഉണ്ടല്ലേ. ഇതൊന്ന് പറഞ്ഞ ഞാൻ എടുക്കാനല്ലേ? നിങ്ങളിവിടെ ഏത് പ്രോഗ്രാമാ പഠിച്ചത്? ഏത് കോഴ്സ് ആയിരുന്നു? ശരിക്കും നിങ്ങളുടെ ആണോ ഞങ്ങളുടെ ആണോ ഗ്രാജുവേഷൻ? രണ്ടുപേരുണ്ട്. അവര് വേറെ കോഴ്സിന് പഠിച്ച ആൾക്കാർ. എന്തോ ഒരു അഭിമാന നിമിഷം, പ്രൗഡ് മൂമെന്റ്. പിന്നെ ഈ സൂട്ടൊക്കെ ഇട്ടപ്പോ വേറെ എന്തോ ഒരു ഇതെന്നും ഇത് തന്നെ ഇട്ടാലോ എന്ന് ആലോചിക്കും. 2 ചങ്കുകൾ എത്തിയിട്ടുണ്ട്. സെറ്റ്. അബി മാർക്കോ അല്ലേ? മാർക്കോ
ഹായ് നൈസ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞു. നമ്മുടെ സ്റ്റുഡന്റ് ഐ ഡി ഇട്ടൊരു കാർഡ് തന്നു. ഇനി ഇത് കൊണ്ടുപോയി നമ്മൾ ഗൗണ് കളക്ട് ചെയ്യണം. ഗൗണ് കളക്ട് ചെയ്യണം. കേപ്പുണ്ടോ? കേപ്പ് എറിയാൻ? ക്യാപ്പ് ഒന്നും അറിയാനില്ല. കേപ്പൊന്നുമില്ല. പിന്നെ ഫുഡുണ്ടോ? ഫുഡ് വെള്ളമുണ്ട്. വെള്ളം അത് കാശ് കൊടുത്താലേ കിട്ടുള്ളൂ ഇവിടെ. അതാ ഒരു തേനീച്ച. ഇതാ സുഷ്മി അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഞാൻ ഇതാ മോളിൽ കൂടെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? അവൾക്ക് ആൺകുഞ്ഞ്. മനസ്സിലായ? അവൾക്ക് ആൺകുഞ്ഞ്. മനസ്സിലായ? ഈ സാധനം ഞാൻ ഇറങ്ങിയപ്പോ തന്നെ പിടിച്ചു. കോൺവെക്കേഷന് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ തന്നെ. ഈ വയറിലുള്ള ബേബി ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ? ഇതാണ്. ശരി, ആയിക്കോട്ടെ. അങ്ങനെ നമുക്ക് ചെയറൊക്കെ കിട്ടി. നമ്മൾ ഏകദേശം നമ്മൾ സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. അത്യാവശ്യം വീഡിയോ എടുക്കാനൊക്കെ പറ്റും. അടിപൊളിയല്ലേ? നമുക്ക് എന്ത് ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയാലേ കൊള്ളാം. അമ്മ ജയൻ്റെ അല്ലേ? ചില സമയത്ത് പല ലുക്കിലും. അമ്മ ആയി പറയണം. എന്താ ഇപ്പൊ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച പുതിയ ജയൻ. ചില സമയത്ത് ജയനെ പോലെ തോന്നും, ചില സമയത്ത് ഗ്ലാസും കൂടെ വെച്ച സെറ്റാണ്. വിൻറ്റേജ് കോട്ട്, ഗ്ലാസ്. ശരി, ആയിക്കോട്ടെ. ജയനല്ലേ, വേറെ ആരും പറഞ്ഞില്ലല്ലോ. മീനു കുറച്ച് സമയത്തേക്ക് ഫോൺ ചെയ്തിട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ എണീറ്റ് നിന്ന് ഹായ് തന്നെ എന്നാണ് പറഞ്ഞത്. That you got, the colored one, you need to bring that with you on stage because that's how the person here knows to say your name when you graduate. True patriot love in all of us command. With glowing hearts we see thee rise, the true north strong and free. And the Anishinaabe people and allied nations. George Rodrigo Velázquez Espinosa. നമ്മുടെ ആൾക്കാർ സ്റ്റേജിൽ കയറാനുള്ള സമയമായിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മുടെ ടീമിൽ ഉടനെ തന്നെ കയറാൻ പോകും. ആൾക്കാർ Jashanpreet Sharma. Meenu Radha Kumar. Alina Anto. Anjali Ajay. Anjali ke Yasin Muhammad Sandi. ഇപ്പോൾ കണ്ടത് ഈ ഫ്ലവേഴ്സൊക്കെ
നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വൈഫിനൊക്കെ വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം. ഇപ്പോൾ ഗ്രാജുവേറ്റായ നമ്മുടെ വൈഫ് വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ ഫ്ലവറൊക്കെ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് കൊടുക്കാം അല്ലേ. പിന്നെ നമ്മളത് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച വാലന്റൈൻസ് ഡേ ആയിരുന്നു, കൊടുത്തു കഴിഞ്ഞു അല്ലേ. അത് തന്നെ. അപ്പോൾ ഇനി അടുത്ത കാവിലെ പാട്ട് മത്സരം എന്തെങ്കിലും ഉണ്ട്. അതെ. ഫ്ലവർ ഏതാ? നോക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വെച്ചേക്കുന്നതാണ്. വാലന്റൈൻസ് ഡേക്ക് തന്നില്ലേ, അത് തന്നെ. Hi, sir. Bimal. Nice to meet you. Yeah. Nice to meet you. Nice to meet you. She was the top student. Yeah. Dad. Thank you. Good luck. Keep in touch. It was really a pleasure to teach you guys. Like you were the last class, so it was really a pleasure. Hello, sir. How are you? Oh, top student. പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, മഞ്ഞൊന്നുമില്ലൊന്നും കിട്ടിയില്ല. വളരെ ലുക്കില്ലെങ്കിലും ഭയങ്കര വളരെയധികം വിലപിടിപ്പുള്ള ഒരു കോട്ടാണ്. 32 ലക്ഷം എണ്ണി പറ. അതെ 32 ലക്ഷം രൂപയുടെ കോട്ടാണ്. കോട്ടും കയറും ഇതെന്താണ് ഈ ടവൽ. അങ്ങനെ മീനുവിന്റെ പ്രൊഫസർ അല്ലേ? അതെ, ഞങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിലുണ്ടായിരുന്നു, ലാസ്റ്റ് സെമസ്റ്ററിൽ 2 സബ്ജക്റ്റിലുണ്ടായിരുന്നു. നല്ല പ്രൊഫസറാണ്. അതെ ഇയാളെ നോക്കുന്നുണ്ടായിരുന്നു, ടോപ്പ് സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞു. ലാസ്റ്റ് പ്രോജക്റ്റിൽ ഞങ്ങളുടെ ടീമിലായിരുന്നു ജയിച്ചത്, ഞങ്ങളുടെ ടീമിലായിരുന്നു ഫസ്റ്റ് ചെയ്തത്. പുള്ളിക്ക് ഞങ്ങളെ പണ്ടേ വേണ്ടി കാര്യം ഞങ്ങൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പണിയുണ്ടായിരുന്നു. വെരി ഗുഡ്. അമ്മ ബോറടിച്ചാ? ഇവിടെ സ്നാക്സ് ഉണ്ട്, വേണം? സ്നാക്ക് ഉണ്ട്, ബാ. My daughter is 7. Really? Does she go to school? Same. Yeah, I have her in French immersion, so learning French and English. Mom is very smart. Hopefully you do like her. Hey, how are you? 32 ലക്ഷം. ഒരു കോടി. അതെ ഒരു കോടി ഇപ്പോൾ. അതെ സംഭവം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ 2 വർഷം കൊണ്ട്. അല്ല, അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒന്ന് വിശദമാക്ക്. 32 ലക്ഷം. അതിന്റെ കൂടെ കോംപ്ലിമെന്റ്. അതായത് അത് അങ്ങനെയല്ല, ഇത് വേർപ്പ് തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനസ്സിലായി? തളർന്ന് കയറ് ലോണടക്കാൻ. ഓക്കെ, സെറ്റ്. ഇത് അഭിയൊന്നും മിണ്ടായിരിക്കുന്നു. അഭിയൊന്നും മിണ്ടുന്നില്ല. ഓർമ്മിപ്പിച്ചു തെണ്ടി. ഇന്നത്തെ ഈ ഗ്രാജുവേഷൻ സെറമണിക്ക് ഇയാൾ വന്നു, സ്റ്റേജിൽ കയറി. ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത നിങ്ങൾ ഇയാള് ഡബിൾ ആയിട്ടാണ് പോയത്? ഡബിൾ.
അതൊരു ഭയങ്കര ഒരു സംഭവമാണ്. ഈ ബേബി പുറത്ത് വരുമ്പോഴത്തേക്ക് നിനക്ക് വേണ്ടി ഗ്രാജുവേറ്റ് ആയി. അതന്നെ, അതൊരു അവനോ അവളോ മോനോ മോളോ, അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. വരുമ്പോൾ പറയാം. കൊടുക്കണല്ലോ അല്ലേ? തോർത്തും കിട്ടി. നിക്ക് എന്താ ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് പറയുക. Because he also deserves this. Okay. Because എന്റെ എല്ലാ പൈസയും, അതായത് ഞാൻ പഠിക്കാനുള്ള എല്ലാ പൈസയും ചെലവാക്കിയത് എന്റെ ഈ ഭർത്താവാണ്. പിന്നെ അതിനുശേഷം ആഫ്റ്റർ ഡെലിവറി എന്റെ ബേബിനെ ഞാൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഫുൾ ടൈം നോക്കുന്നുണ്ടായത് എന്റെ ഭർത്താവാണ്. വിജയിച്ചിരിക്കുന്നു നിങ്ങൾ വിജയിച്ചു. ഇതിനപ്പുറത്ത് വേറെ എന്ത് വേണം? തുറന്നു പറയുന്ന ഭാര്യ. സത്യസന്ധമായി ഞാൻ ഡെലിവറിക്ക് ശേഷം എനിക്ക് ഒന്നും അറിയേണ്ട വന്നിട്ടില്ല. എന്താന്ന് വെച്ചാൽ എന്റെ ഭർത്താവ് എന്റെ മോനെ അത്രയും നന്നായി നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെക്കാളും നന്നായിട്ട് സൂപ്പറായിട്ട് ജെറിനാണ് അത് നോക്കിയത്. അതിലെനിക്ക് ഒരു സംശയമില്ല. ഇനി കരയും ജെറിന്. ഇല്ല, കറിയില്ല. കണ്ണൊക്കെ ഇത് മാറി, മുഖമൊക്കെ മാറി. ഓക്കെ, എന്തായാലും സെറ്റ്. Baby name? Zoravar. Zoravar. Hi. Nice eyes. എങ്ങനെയുണ്ടായി? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് എന്താ പറയാ, ഒരു ലൈഫിലെ ഒരു ആദ്യത്തെ ഒരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് രണ്ടാമത്തെ അനുഭവമാണ്. ആദ്യത്തെ അനുഭവം അതും ഒരു എന്താണ്, ഡാഡിയും അമ്മയും എല്ലാരും കൂടെയാണ് ഗ്രാജുവേഷന് പോയത്. ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ്, താങ്ക്ഫുൾ ടു ചക്കു, താങ്ക്ഫുൾ ടു മൈ പാരന്റ്സ്. ഓഫ് കോഴ്സ് അല്ലേ, നമ്മളെ എന്താണ് പണ്ടുതൊട്ടേ ആഗ്രഹങ്ങൾക്കൊന്നും എതിര് പറഞ്ഞിട്ടില്ല. അച്ഛനായാലും അമ്മയായാലും എന്റെ ഭർത്താവായാലും എല്ലാ ആഗ്രഹം എന്ന് പറഞ്ഞാലും ഓക്കെ. ചിലപ്പോ എന്റെ ആഗ്രഹങ്ങളൊക്കെ കേൾക്കുന്നവർക്ക് എന്താണ് പൊട്ടത്തരമായിട്ടൊക്കെ തോന്നുന്ന ആഗ്രഹങ്ങൾ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറയുമ്പോഴൊന്നും നോ എന്ന് എന്റെ വീട്ടിൽ നിന്നും പറഞ്ഞിട്ടില്ല, എന്റെ ഭർത്താവും പറഞ്ഞിട്ടില്ല. സോ അത് ശരിക്കും പറഞ്ഞ എന്താണ്, നമ്മൾ തളരാതെ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. അത് എനിക്ക് എന്നും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. താങ്ക് യു. അതെ, ഞങ്ങളുടെ ബേബി ഗ്രാജുവേറ്റ് ആയി. അതെ വരും, വലുതായിട്ട് നമുക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാം. Thank you. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് സംഭവം? നിങ്ങളുടെ പാർട്ടിയാണോ? അതെ, ഇതാണ് ഞങ്ങളുടെ ട്രീറ്റ് നിങ്ങൾക്കുള്ളത്. ട്രീറ്റ് ആണ് ഇത് ഞങ്ങളുടെ ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്കെല്ലാം കിട്ടിയതിന്റെ ട്രീറ്റ്. ഇങ്ങനെ സന്തോഷത്തോടെ പറയുന്ന ഭയങ്കര അടിപൊളി. ഇനി അടുത്തൊന്നും ഇല്ലല്ലേ ഇതുപോലെ പരിപാടി? കോൺവൊക്കേഷൻ കഴിഞ്ഞു. ഞാൻ അടുത്ത് പഠിക്കാൻ കാശ് തന്നാ ഇല്ല, വേണ്ട. കോക്കനട്ട് ഷ്രിമ്പാണ്, ഒരു ഫ്രൈ സംഭവം. ഞാൻ കഴിച്ചിങ്ങനെ ആയി. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് ഇച്ചിരി സോസും കൂടെ, നല്ല സോസ് ടിപ്പ് ചെയ്തിട്ട് അറിയില്ല. ഇത് സൂപ്പ് ഓഫ് ദ ഡേ. ഇന്നത്തെ എന്തോ ഒരു സ്പെഷ്യൽ സൂപ്പാ. ഫ്ലേവർ മഷ്റൂമും ക്രീമും. വീട്ടിൽ നിന്ന് ഒരു ഡാൻസ്. നമ്മളിപ്പോൾ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുവാണ്. അപ്പോൾ എന്താ പറയുക, ഫൈനലിൽ നമ്മളെ എല്ലാ പരിപാടിയിലും ലാസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഒന്ന് കയറ്റി പിടിച്ച്. കാര്യം ഇവരുടെ ബില്ല് ഇച്ചിരി കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവരുടെ ട്രീറ്റ് ആണെന്നുള്ള കാര്യം. എന്തായാലും കുറച്ചും കൂടെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആയേനെ.
അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ അവസാനിപ്പിക്കുക പോവാം. ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇവർ 3 പേർക്കും ഗ്രാജുവേഷനൊക്കെ ആയി. അപ്പോൾ ഇനി പെട്ടെന്ന് ജോലിയൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനേക്കാൾ വലിയ വലിയ ജോലിയൊക്കെ മേടിച്ച് നല്ല സാലറിയൊക്കെ വാങ്ങി ചേട്ടന്മാർക്ക് തരണം അല്ലേ? അതല്ലേ ചെയ്യാനുള്ളത്? പറഞ്ഞു. A short break.